വെൽക്കം ബാക്ക്. ഹൗ ടു സെലക്ട് എ മ്യൂച്വൽ ഫണ്ട് എന്ന നമ്മുടെ വീഡിയോ സീരീസിലെ സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ട് കണ്ടല്ലോ. കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്. അതിന് മുന്നേ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഒന്നും അറിയില്ല, മ്യൂച്വൽ ഫണ്ടിന്റെ സ്ട്രക്ചർ എന്താണെന്ന് അറിയില്ല, ആരാണ് മ്യൂച്വൽ ഫണ്ട് തുടങ്ങുന്നത്, മ്യൂച്വൽ ഫണ്ട് സേഫ് ആണോ, ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാനൊരു വീഡിയോ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല, എനിക്കറിയാം. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് എന്താണെന്ന് നോക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളുടെ ജനറൽ നോളജ് ഒന്ന് ചെക്ക് ചെയ്യണം. ആരാണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി റെഗുലേറ്റ് ചെയ്യുന്നത്? ആരാണ് സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത്? സ്റ്റോക്ക് മാർക്കറ്റിലെ കാര്യങ്ങൾ സെബി, അറിയാലോ. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? സെബിയും റെഗുലേറ്റ് ചെയ്യും, സെബി മൊത്തത്തിൽ റെഗുലേറ്റ് ചെയ്യും. പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി മാത്രമായിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു അസോസിയേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സെൽഫ് റെഗുലേറ്ററി ബോഡി ഉണ്ട്. ഇവരാണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ എത്തിക്സ് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതും, അതുപോലെ തന്നെ ഒരു തട്ടിപ്പും വരാണ്ടിരിക്കാനുള്ള പല റെഗുലേറ്ററി മെഷേഴ്സ് എടുക്കുന്നതും, സെബി പറയുന്ന പല സർക്കുലേഴ്സും മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ നടപ്പാക്കുന്നതും, അതേപോലെ തന്നെ ജനങ്ങളിലേക്ക് ഒരു അവയർനെസ്, മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് ഒരു അവയർനെസ് കൊടുക്കുന്നതും. മ്യൂച്വൽ ഫണ്ട് സഹി ഹേ എന്ന ആഡ് ക്യാമ്പയിൻ നിങ്ങളെല്ലാവരും ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആരാണത് ലോഞ്ച് ചെയ്തത്? അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ, ആംഫി. ഇവരാണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാർ. മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും, ഫണ്ട് ഹൗസും ഈവൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അഡ്വൈസേഴ്സ്, രജിസ്ട്രാർസ്, ഇവരൊക്കെ ആംഫിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ആംഫി ഇവർക്കൊക്കെ ഒരു യുണീക്ക് രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കും, ARN എന്ന് പറയും. ഓക്കെ, ആംഫി രജിസ്ട്രേഷൻ നമ്പർ. അതുണ്ടെങ്കിൽ മാത്രമേ മ്യൂച്വൽ ഫണ്ട്സ് ലീഗലി സെല് ചെയ്യാൻ പറ്റൂ. ഇപ്പം നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടർ വഴിയാണ് മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെക്ക് ചെയ്യണം? അദ്ദേഹത്തിന് ARN ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത്തരം ARN ഉള്ള ആൾക്കാർക്ക് ലീഗലി മ്യൂച്വൽ ഫണ്ട്സ് സെല് ചെയ്യാനുള്ള അവകാശമുള്ളൂ. എന്തിനാണ് ആംഫി ഇതൊക്കെ ചെയ്യുന്നത്? ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ മ്യൂച്വൽ ഫണ്ട്സ് വിൽക്കുന്നുള്ളൂ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രീൻ്റെ ഭാഗമാവുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. കാരണം മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? എന്തിൻ്റെ കളിയാണ്? പൈസേൻ്റെ കളിയാണ്, അല്ലേ? പൈസ എവിടെയുണ്ടോ അവിടെ എന്തായാലും ഒരു തട്ടിപ്പ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതൊന്നും വരാണ്ടിരിക്കാനുള്ള മെഷേഴ്സ് എടുക്കാൻ സെബീൻ്റെ കൂടെ തന്നെ സഹായിക്കുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ് ആംഫി. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു ഹോംവർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ആംഫിൻ്റെ വെബ്സൈറ്റ് പോയിട്ട് ചെക്ക് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും എല്ലാ ന്യൂസ് ലേറ്റേഴ്സും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, ആംഫിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV, നെറ്റ് അസറ്റ് വാല്യൂ പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. അതായത് അവരാണ് അത് അപ്ഡേറ്റ് ചെയ്യുന്നത്. NAV എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ നമ്മൾ എന്താണ് വാങ്ങുന്നത്? ഷെയർസ് വാങ്ങുന്നു. ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ആണ്. മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ എന്താണ്? യൂണിറ്റ്സ് ആണ് വാങ്ങുന്നത്. നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ യൂണിറ്റ് ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഷെയറിൻ്റെ പ്രൈസ് നമ്മൾ ഷെയർ പ്രൈസ് എന്ന് പറയുന്നു, അല്ലേ? അതേപോലെ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ വാങ്ങുന്ന ആ യൂണിറ്റില്ലേ, ആ യൂണിറ്റിൻ്റെ ആ മാർക്കറ്റ് വിലയാണ് NAV, നെറ്റ് അസറ്റ് വാല്യൂ. ഓക്കെ, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോസിൽ പഠിക്കും. ഇത്രയും മനസ്സിലാക്കുക, മ്യൂച്വൽ ഫണ്ട് യൂണിറ്റിന്റെ മാർക്കറ്റ് വാല്യൂ ആണ് NAV. അത് ആരാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ആംഫിയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആംഫിന്റെ വെബ്സൈറ്റ് ഇന്ന് പോയിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൽ നിന്നാണ് പല ഇൻഫർമേഷൻസും ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ മുന്നേ ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് കൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മിസ്സായതും അതിൽ വന്ന സംശയങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്ന വിധത്തിലാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഒരു സാധാരണക്കാരനെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പിന്തിരിപ്പിക്കുന്ന ഫാക്ടർ എന്താണ്? പൈസയാണോ? പൈസയല്ല. മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി നോക്കുന്ന സമയത്ത് ഒരുപാട് സ്കീംസ്, ഒരുപാട് ടൈപ്സ്, ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണ്? ഒരു പുക പോയ അവസ്ഥയാണ്, അല്ലേ? അപ്പം ഇതാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെ പലരെയും പിന്തിരിപ്പിക്കുന്ന ഫാക്ടർ. അപ്പം ഈ ടൈപ്സ് അല്ലെങ്കിൽ ഈ സ്കീംസ് ഇതൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി നമ്മൾ 50% പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പം അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങളിവിടെ കാണുന്നില്ലേ, ഈ സ്ലൈഡിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നിങ്ങൾ കാണുന്നുണ്ട്. ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്ട്രക്ചർ 3 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. അതായത് മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ട് ഒരു 10 മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ഓക്കെ, ആ 10 മ്യൂച്വൽ ഫണ്ടും ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ അനുസരിച്ച് എനിക്ക് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. അതായത് അതിലിപ്പോൾ ഒരു A എന്നുള്ളൊരു മ്യൂച്വൽ ഫണ്ട് എടുക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ക്ലോസ്ഡ് എൻഡഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്പൺ എൻഡഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻ്റർവെൽ ഫണ്ട് ആയിരിക്കും. ഇതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയും, അതിന് മുന്നേ ഇത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇനി ഇതേ 10 മ്യൂച്വൽ ഫണ്ട്, മാർക്കറ്റിൽ ഇപ്പോൾ എത്ര മ്യൂച്വൽ ഫണ്ട് ഉള്ളത്? 10 മ്യൂച്വൽ ഫണ്ട്. ഇതേ 10 മ്യൂച്വൽ ഫണ്ട് ഞാൻ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ടാണ്
ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ എനിക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് റെഗുലർ പ്ലാൻ അല്ലെങ്കിൽ ഡയറക്റ്റ് പ്ലാൻ. അതായത് ഇപ്പോൾ എ എന്നുള്ളൊരു മ്യൂച്വൽ ഫണ്ട് ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ടാണെന്ന് വിചാരിച്ചോ. അത് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? അതിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട് ആ ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ട് ഞാൻ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ അത് ചിലപ്പം റെഗുലർ പ്ലാൻ ആയിരിക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് പ്ലാൻ ആയിരിക്കാം. സപ്പോസ് ആ എ എന്നുള്ള മ്യൂച്വൽ ഫണ്ട് റെഗുലർ പ്ലാൻ ആണെന്ന് വിചാരിക്കുക. അപ്പം എ എന്ന മ്യൂച്വൽ ഫണ്ട് ഓപ്പൺ എൻഡഡ് റെഗുലർ പ്ലാൻ മ്യൂച്വൽ ഫണ്ടാണ്. ഓക്കെ, അതേപോലെ ആ 10 മ്യൂച്വൽ ഫണ്ടിൻ്റെയും ഫണ്ട് മാനേജ്മെൻറ്റ് നോക്കിയിട്ട് എനിക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതാണ് ആക്റ്റീവ്ലി മാനേജ് ഫണ്ട്, പാസീവ്ലി മാനേജ് ഫണ്ട്. അതേപോലെ അസറ്റ്സ് വെച്ചിട്ട് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ് വെച്ചിട്ട് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇനി ഈ സ്പെഷ്യൽ ഫണ്ട്സും സൊല്യൂഷൻ ഓറിയൻറ്റഡും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല രീതിയിൽ ഈ 10 ക്ലാസിഫൈ ചെയ്തു. ചിലപ്പം ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റാത്തതുണ്ടാവില്ലേ, ചിലപ്പോൾ ഈ കൂട്ടത്തിൽ പെടാത്ത 1-2 ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഉള്ള എന്തെങ്കിലും ഉണ്ടാവും. അപ്പം അത്തരം ഫണ്ട്സ് ഞാൻ സ്പെഷ്യൽ ഫണ്ട്സിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അതായത് അത് സ്പെഷ്യൽ ഫണ്ട്സ് ആണ്. അത് ചിലപ്പം ഇതിൽ കൂട്ടത്തിൽ കൂടാം, അല്ലെങ്കിൽ കൂട്ടത്തിൽ കുറച്ച് മാറി നിൽക്കാം. എല്ലാ രീതിയിലും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മ്യൂച്വൽ ഫണ്ടിലെ എല്ലാ ഫണ്ട്സും നമുക്ക് ഇക്വിറ്റി ഫണ്ട്, ഡെറ്റ് ഫണ്ട്, ഹൈബ്രിഡ് ഫണ്ട് എന്നിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഗോൾഡ് ഫണ്ട്. ആ ഗോൾഡ് ഫണ്ട് നമുക്ക് ഇക്വിറ്റി ഫണ്ടും ഡെറ്റ് ഫണ്ടും ഹൈബ്രിഡ് ഫണ്ടും വരില്ല. അത് വേറെ തന്നെ നിൽക്കുന്ന ഒരു ഫണ്ടാണ് ഗോൾഡ് ഫണ്ട്. അത് ഏതിൽ വരും? സ്പെഷ്യൽ ഫണ്ടിൽ വരും. ഓക്കെ, ഇനി സൊല്യൂഷൻ ഓറിയൻറ്റഡ്, അതായത് കുറേ ഫണ്ട്സ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പം ഒരു ലക്ഷ്യം ഒരാളെ മനസ്സിലുണ്ട്, എൻ്റെ ലക്ഷ്യം റിട്ടയർമെൻറ്റ് പ്ലാനാണ്. അപ്പോൾ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഫണ്ട് ഉണ്ടാക്കി. അതിപ്പോൾ കാറ്റഗറി വെക്കുമ്പോൾ ചിലപ്പോൾ ഏതിലെങ്കിലും വരും. പക്ഷേ ഞാൻ വേറെ തന്നെ അത് ക്ലാസിഫൈ ആണ്, അതായത് സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടാകുമ്പോൾ അത് ഒരു റിട്ടയർമെൻറ്റ് ഫണ്ടായിട്ട് എനിക്ക് കണക്കാക്കാം. ഓക്കെ, അതേപോലെ ചിൽഡ്രൻസ് ഫണ്ട്, കുട്ടികളുടെ ആവശ്യങ്ങൾക്ക്, അതായത് കുട്ടികളുടെ പഠിത്തം, കുട്ടികൾ വളരുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി നമ്മൾ സേവ് ചെയ്യണമല്ലോ. അപ്പം അതിനുള്ള ചിൽഡ്രൻസ് ഫണ്ട് അത് സൊല്യൂഷൻ ഓറിയൻറ്റഡ് ഫണ്ടാണ്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകം കാറ്റഗറി ആയിട്ട് എനിക്ക് ഇത് തരംതിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ സൊല്യൂഷൻ ഓറിയൻറ്റഡ് ഫണ്ടിൽ ഇപ്പോൾ 2 ഫണ്ട്സേ ഉള്ളൂ നിലവിൽ. അതാണ് റിട്ടയർമെൻറ്റ് ഫണ്ടും ചിൽഡ്രൻസ് ഫണ്ടും. ഇതിനൊരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും. ഓക്കെ, ഒരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും. അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നുഴഞ്ഞു നോക്കാം. ഇപ്പം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മ്യൂച്വൽ ഫണ്ട് എടുത്തു കഴിഞ്ഞിട്ട് സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ അതൊരു ഓപ്പൺ എൻഡഡ് ആയിരിക്കാം. മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വെക്കുമ്പോൾ റെഗുലർ പ്ലാൻ ആയിരിക്കാം. ഫണ്ട് മാനേജ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ അത് ആക്റ്റീവ്ലി മാനേജ് ഫണ്ട് ആയിരിക്കാം. ഫൈനലി അസറ്റ് വെച്ച് നോക്കുമ്പോൾ ഇക്വിറ്റി ഫണ്ട് ആയിരിക്കാം. അപ്പോൾ എൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ട്, ഞാൻ സെലക്ട് ചെയ്ത മ്യൂച്വൽ ഫണ്ട് ഓപ്പൺ എൻഡഡ് ആണ്, റെഗുലർ പ്ലാൻ ആണ്, ആക്റ്റീവ്ലി മാനേജ്ഡ് ആണ്, പ്ലസ് ഇക്വിറ്റി ഫണ്ടാണ്. ഓക്കെ, ഇതിങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്യപ്പെടും. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ഇനി എന്താണ് ഈ ഓപ്പൺ എൻഡഡ്, ക്ലോസ്ഡ് എൻഡഡ്, റെഗുലർ പ്ലാൻ, ആക്റ്റീവ്ലി മാനേജ്ഡ്, അതൊക്കെ നോക്കാം. ഓപ്പൺ എൻഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ എന്താണ് നമ്മൾ വാങ്ങുന്നത്? യൂണിറ്റ്സ് അല്ലേ? മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ യൂണിറ്റ്സ് വാങ്ങുന്നു. ആ യൂണിറ്റ്സ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും മ്യൂച്വൽ ഫണ്ട് ഹൗസിൻ്റെ അടുത്ത് നിന്ന് വാങ്ങാം, അതുപോലെ തന്നെ വിൽക്കാം. എപ്പോൾ വേണമെങ്കിലും വാങ്ങാം, വിൽക്കാം. ഓക്കെ, ക്ലോസ്ഡ് എൻഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വാങ്ങാൻ പറ്റില്ല. അതായത് നമ്മൾക്കിതൊരു ടേബിളിലൂടെ മനസ്സിലാക്കാം. ഓപ്പൺ എൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയവും നമ്മൾക്ക് വാങ്ങാം, ഏത് സമയവും വിൽക്കാം. ഓക്കെ, 100% ലിക്വിഡിറ്റി ഉണ്ട്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോൾ വേണമെങ്കിലും അത് കാശാക്കാൻ പറ്റും. നമ്മൾ വാങ്ങിയ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് വിറ്റ് നമുക്ക് കാശാക്കാൻ പറ്റും. പക്ഷേ ക്ലോസ്ഡ് എൻഡഡിൽ നമ്മൾക്ക് പെട്ടെന്ന് കാശാക്കാൻ പറ്റില്ല. കാരണം എല്ലാ ക്ലോസ്ഡ് എൻഡഡ് ഫണ്ട്സിനും ഒരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും. മാത്രമല്ല, ഈ ക്ലോസ്ഡ് എൻഡഡ് മ്യൂച്വൽ ഫണ്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഫണ്ട് ഓപ്പൺ ചെയ്ത് ആ NFO പീരീഡ് എന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ട്. ആ പീരീഡിൽ തന്നെ നമ്മൾ പോയി വാങ്ങണം. NFO പീരീഡ് എന്നൊക്കെ കേട്ടിട്ട് പേടിക്കേണ്ട. NFO എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് ഓഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് NFO, ന്യൂ ഫണ്ട് ഓഫർ. IPO എന്താണെന്ന് നിങ്ങൾക്കറിയാലോ, പുതിയൊരു ഷെയർസ് ഇഷ്യൂ ആണ് അല്ലേ? അതേപോലെ NFO എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി പുതിയ മ്യൂച്വൽ ഫണ്ട് ഇഷ്യൂ ആണ്. ക്ലോസ്ഡ് എൻഡഡ് മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിൽ ആ NFO പീരീഡിനുള്ളിൽ തന്നെ നമ്മൾ ആ മ്യൂച്വൽ ഫണ്ട് വാങ്ങണം. പക്ഷേ ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ടിന് എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് വാങ്ങാം, വിൽക്കാം. ക്ലോസ്ഡ് എൻഡഡ് മ്യൂച്വൽ ഫണ്ടിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ സാധിക്കുകയുള്ളൂ. അതായത് SIP മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്തരത്തിലുള്ള ഫണ്ട്സിൽ സാധിക്കില്ല. മാത്രമല്ല, ലോക്ക് ഇൻ പീരീഡ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു നിശ്ചിത കാലാവധി കഴിഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് വിറ്റ് പൈസയാക്കാൻ പറ്റുള്ളൂ. ഇനി അഥവാ നിങ്ങൾക്ക് ഈ ക്ലോസ്ഡ് എൻഡഡ് ഫണ്ട് വിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. എല്ലാ ക്ലോസ്ഡ് എൻഡഡ് ഫണ്ട്സും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഇത് വേറൊരു ഇൻവെസ്റ്റർക്ക് അല്ലെങ്കിൽ വേറൊരു ബയ്യർക്ക് വിൽക്കാം. ഒരിക്കലും ഇത് മ്യൂച്വൽ ഫണ്ട് ഹൗസിന് വിൽക്കാൻ പറ്റില്ല, പക്ഷേ ഒരു ഇൻവെസ്റ്റർക്ക് അല്ലെങ്കിൽ ഒരു ബയ്യർക്ക് നിങ്ങൾക്ക് വിൽക്കാം. സാധാരണ IPOൻ്റെ കേസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്?
നമ്മൾ കമ്പനീൻ്റെ അടുത്ത് നിന്ന് ഷെയർസ് വാങ്ങും. എന്നിട്ട് നമ്മൾ അത് ആർക്ക് വിൽക്കും? സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിന് വിൽക്കും. IPOനെ പറ്റി ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി ഈ ഓപ്പൺ എൻഡഡ് ഫണ്ടിൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് വാങ്ങാം വിൽക്കാം എന്നൊരവസ്ഥ ആയതുകൊണ്ട് ഫണ്ട് മാനേജർക്ക് ശരിക്കും ഒരു ഫ്രീഡം കുറവല്ലേ? കാരണം അയാൾ ഇപ്പം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അയാൾ പല സ്ട്രാറ്റജീസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, പല പ്ലാൻസും അയാൾക്കുണ്ട്. പെട്ടെന്ന് നമ്മൾ പോയിട്ട് പറയാണ് എനിക്ക് എൻ്റെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് വിൽക്കണം, എൻ്റെ പൈസ ഇങ്ങോട്ട് വേണമെന്ന്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്ലാൻസൊക്കെ മാറില്ലേ? അപ്പം ഓപ്പൺ എൻഡഡ് ഫണ്ടിലെ ഫണ്ട് മാനേജർക്ക് ഫ്രീഡം കുറച്ച് കുറവാണ്. നേരെ മറിച്ച് ക്ലോസ്ഡ് എൻഡഡിലോ അയാൾക്കൊരു പ്രശ്നമുണ്ടോ? ഇല്ല. ക്ലോസ്ഡ് എൻഡഡിന് ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. അപ്പം നിങ്ങൾ പറയും അതെങ്ങനെ എനിക്ക് വിൽക്കാൻ പറ്റുമല്ലോ സ്റ്റോക്ക് മാർക്കറ്റിൽ. പക്ഷേ നിങ്ങൾക്ക് ആർക്കാണ് വിൽക്കാൻ പറ്റുക സ്റ്റോക്ക് മാർക്കറ്റിൽ? മ്യൂച്വൽ ഫണ്ട് ഹൗസിനാണോ വിൽക്കാൻ പറ്റുന്നത്? അല്ല, നിങ്ങൾക്ക് വേറൊരു ഇൻവെസ്റ്റർക്കേ വിൽക്കാൻ പറ്റൂ. അപ്പം നിങ്ങൾ ആ ഇൻവെസ്റ്ററിന് വിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ഓണർഷിപ്പ് മാറി. ഇപ്പം ആ ഫണ്ടിൻ്റെ ഓണർ ആരാണ്? ആ പുതിയ ഇൻവെസ്റ്ററാണ്. അയാൾക്കും ലോക്ക് ഇൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷമേ മ്യൂച്വൽ ഫണ്ട് ഹൗസിന് വിറ്റിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം അയാൾ വേറൊരു ഇൻവെസ്റ്ററിനെ സ്റ്റോക്ക് മാർക്കറ്റിൽ കണ്ടുപിടിച്ചിട്ട് ആ ഇൻവെസ്റ്റർക്ക് വിൽക്കണം. അപ്പം ഇവിടെ ക്ലോസ്ഡ് എൻഡഡ് മ്യൂച്വൽ ഫണ്ടിലെ ഫണ്ട് മാനേജർക്ക് ഫ്രീഡം കുറച്ച് കൂടുതലാണ്. ക്ലോസ്ഡ് എൻഡഡ് മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ വിൽക്കുന്ന സമയത്ത് അതിൻ്റെ എക്സാക്റ്റ് NAVക്കൊന്നും നമ്മൾക്ക് വിൽക്കാൻ പറ്റണമെന്നില്ല. ഇൻ കേസ് നിങ്ങൾ ആ ലോക്ക് ഇൻ പീരീഡിന് മുന്നേ വിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കുറഞ്ഞൊരു NAV പ്രൈസിന് വിൽക്കണം. അതാണ് ആ 4ാമത്തെ പോയിന്റ് സൂചിപ്പിക്കുന്നത്. അപ്പം അവിടെ നിങ്ങൾക്ക് ബയ്യറിനെ കണ്ടുപിടിക്കണം അല്ലേ? ഇത് വാങ്ങാൻ ഒരാൾ വേണം. അപ്പം അതുകൊണ്ട് നമ്മൾ NAV കുറഞ്ഞ വിലയിലൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്താലേ ചിലപ്പോൾ വാങ്ങാൻ ആൾക്കാരുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് എൻഡഡ് മ്യൂച്വൽ ഫണ്ട് ആർക്കാണ് അനുയോജ്യം? ലിക്വിഡിറ്റി ഒന്നും അത്ര പ്രശ്നമില്ലാത്ത ആൾക്കാർക്ക്, അതായത് പൈസ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നവർക്ക് ക്ലോസ്ഡ് എൻഡഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ പൈസ വെച്ച് കഴിഞ്ഞാൽ അത് ചിലവായി പോകുന്നൊക്കെ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലോസ്ഡ് എൻഡഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ. ഇനി ഇൻ്റർവെൽ ഫണ്ട്. ഇൻ്റർവെൽ ഫണ്ട് എന്താണ്? ഒന്ന് ലോജിക്കലി തിങ്ക് ചെയ്യൂ. ഓപ്പൺ എൻഡഡോ അല്ല, ക്ലോസ്ഡ് എൻഡഡോ അല്ല, നടുവിൽ നിൽക്കുന്ന ഒരു സാധനം. അതെന്തായിരിക്കും? ഒരു പീരീഡ് ഓപ്പൺ ചെയ്യും. ആ പീരീഡിൽ നമുക്ക് വാങ്ങാനോ വിൽക്കാനോ പറ്റുള്ളൂ. ഓക്കെ. ഓരോ പീരീഡിലും നമുക്ക് വാങ്ങാം വിൽക്കാം. ഒരു 6 മാസത്തെ ഗ്യാപ്പിന് ശേഷം നമുക്ക് വാങ്ങാം വിൽക്കാം. അതേപോലെ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷം നമുക്ക് വാങ്ങാം വിൽക്കാം. അങ്ങനെ ഒരു ഇൻ്റർവെല്ലിൽ നമുക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. അതാണ് ഇൻ്റർവെൽ ഫണ്ട്. ഈ ഇൻ്റർവെൽ ഫണ്ട് ഡെറ്റ് ഓറിയൻറ്റഡ് ഫണ്ട്സ് ആണ്. ഓക്കെ. നമ്മളത് പ്രാക്ടിക്കലി പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കും ഇൻ്റർവെൽ ഫണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ. ഇൻ്റർവെൽ ഫണ്ട്. ഇനി ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 2 ഉണ്ട്. റെഗുലർ പ്ലാൻ ആൻഡ് ഡയറക്റ്റ് പ്ലാൻ. പണ്ട് ഈ മ്യൂച്വൽ ഫണ്ട് ഡയറക്റ്റ് ആൾക്കാർക്ക് വാങ്ങാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ സ്റ്റോക്ക് എങ്ങനെയാണ് വാങ്ങുന്നത്? ഡയറക്റ്റ് ആണോ? സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിങ്ങൾ NSEൻ്റെയും BSEൻ്റെ അടുത്ത് പോയിട്ടാണോ സ്റ്റോക്ക് വാങ്ങുന്നത്? അല്ല. നിങ്ങളുടെ നടുവിൽ ആരുണ്ട്? ബ്രോക്കർ ഉണ്ട്. അപ്പോൾ ബ്രോക്കർ വഴിയാണ് നിങ്ങൾ സ്റ്റോക്സ് വാങ്ങുന്നത്. അതേപോലെ പണ്ട് മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വഴിയേ നമുക്ക് വാങ്ങാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ഹൗസിൻ്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് നമുക്ക് അതിൻ്റെ യൂണിറ്റ്സ് വാങ്ങാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങാം. അപ്പം ഈ ഒരു സംവിധാനം മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ വന്നു. ഡയറക്റ്റ് നമുക്ക് പോയിട്ട് വാങ്ങാം. അപ്പം മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ ഒന്നുകിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ വഴി വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങാം. അപ്പോൾ ഡയറക്റ്റ് പോയിട്ട് വാങ്ങുകയാണെങ്കിൽ എന്താണ് ഗുണം? ഡിസ്ട്രിബ്യൂട്ടർ വഴി വാങ്ങുമ്പോൾ അയാൾക്കൊരു കമ്മീഷൻ പോകും. ഓക്കെ. അപ്പം ആ കമ്മീഷൻ നമ്മൾക്ക് ഡയറക്റ്റ് പ്ലാൻ വാങ്ങുന്ന സമയത്ത് ലാഭിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ വഴി പോവുക. കാരണം അദ്ദേഹം നല്ല പ്ലാൻസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി അറിയുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? ഡയറക്റ്റ് പ്ലാൻ. നമ്മൾ ഈ വീഡിയോയിലൂടെ എന്താണ് മനസ്സിലാക്കാൻ പോകുന്നത്? എങ്ങനെയാണ് സ്വന്തമായിട്ട് ഒരു ഡയറക്റ്റ് പ്ലാൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ 2 ഉണ്ട്. ഡയറക്റ്റ് പ്ലാനും ഉണ്ട്, റെഗുലർ പ്ലാനും ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരേ സ്കീമിൻ്റെ തന്നെ 2 പ്ലാൻസ് കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണിച്ചു തരാം. അതായത് ഇവിടെ കണ്ടോ, ആക്സിസ് ESG ഇക്വിറ്റി ഫണ്ട് റെഗുലർ പ്ലാൻ ഗ്രോത്ത്. രണ്ടാമത്തത് ആക്സിസ് ESG ഇക്വിറ്റി പ്ലാൻ ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത്. 2 ഇപ്പോൾ മാർക്കറ്റിലുള്ളതാണ്. നിങ്ങളിവിടെ സൂക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. റെഗുലർ പ്ലാനിൻ്റെ NAV 12.93 ആണ്. ഓക്കെ. ഡയറക്റ്റ് പ്ലാനിൻ്റെ NAV 13.11 ആണ്. NAV എന്താണ്? മാർക്കറ്റ് വാല്യൂ ഓഫ് ദ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് അല്ലേ? അതല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പം മാർക്കറ്റ് വാല്യൂ ഏതിനാണ് കൂടുതൽ? ഡയറക്റ്റ് പ്ലാനാണ് കൂടുതൽ. ഇനി ശരിക്കും ഇതല്ല, NAVനേക്കാളും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? എക്സ്പെൻസ് റേഷ്യോ നോക്കിയാട്ടെ. റെഗുലർ പ്ലാനിന് എക്സ്പെൻസ് റേഷ്യോ 2.01 ആണ്. താഴെ ഡയറക്റ്റ് പ്ലാനിന് എത്രയാണ്? 0.4%. റെഗുലർ പ്ലാന് എപ്പോഴും ഡയറക്റ്റ് പ്ലാനിനേക്കാളും എക്സ്പെൻസ് റേഷ്യോ കൂടുതലായിരിക്കും. കാരണം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കേണ്ട കമ്മീഷൻ കൂടി ഈ ഒരു എക്സ്പെൻസ് റേഷ്യോൻ്റെ അകത്ത് വരും. എല്ലാ മ്യൂച്വൽ ഫണ്ടിനും കോമൺ ആയിട്ട് ഒരുപാട് ചിലവുകൾ വരും. അതൊക്കെയാണ് ഈ എക്സ്പെൻസ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ മ്യൂച്വൽ ഫണ്ടിനും അത് നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് ചിലവുകളുണ്ട്. ഫണ്ട് മാനേജർക്ക് ശമ്പളം കൊടുക്കണം,
പിന്നെ കുറേ അഡ്മിൻ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടാവും, അതിനൊക്കെ ശമ്പളം കൊടുക്കണം, പിന്നെ ബിൽഡിങ്സിന് വാടക കൊടുക്കണം, അങ്ങനെ പല ചെലവുകൾ ഉണ്ടാവില്ലേ മ്യൂച്വൽ ഫണ്ട് ഹൗസിന്. അപ്പം ആ ചെലവുകളെല്ലാം കമ്പനി ആരെടുത്തുനിന്ന് പിടിക്കും? നമ്മളെടുത്തുനിന്ന് പിടിക്കും. ഓക്കെ, എത്രയാണ് പിടിക്കുക എന്നുള്ളത് നമുക്ക് എക്സ്പെൻസ് റേഷ്യോ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എക്സ്പെൻസ് റേഷ്യോ കൂടുതലുള്ള ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ചെലവുകളുണ്ട്, അത്രയും പെർസെൻറ്റേജ് നമ്മളെ കയ്യിൽ നിന്ന് അവർ പിടിക്കും എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം ഇവിടുന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? റെഗുലർ പ്ലാനിന് എക്സ്പെൻസ് റേഷ്യോ കൂടുതലാണ്, അപ്പം അത് നമ്മുടെ റിട്ടേൺസിന് ബാധിക്കും, ഓവർ ദ ലോങ് ടേം അത് ബാധിക്കും. ഡയറക്റ്റ് പ്ലാനിന് എക്സ്പെൻസ് റേഷ്യോ കുറവായതുകൊണ്ട് നമ്മളെടുത്തുനിന്ന് അവർ കമ്പാരിറ്റീവ്ലി കുറച്ച് പൈസയെ എക്സ്പെൻസസിന് പിടിക്കുള്ളൂ കമ്പാരിറ്റീവ്ലി. അപ്പം ഈ ഡിസ്ട്രിബ്യൂട്ടർ വഴി വാങ്ങുമ്പോൾ ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്, ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ എനിക്ക് പൈസ തരണ്ട, എനിക്ക് കമ്മീഷൻ തരുന്നത് ഫണ്ട് ഹൗസാണ്, എനിക്ക് കമ്മീഷൻ തരുന്നത് ഫണ്ട് ഹൗസാണ്, ഇൻവെസ്റ്റർ അല്ല ഡിസ്ട്രിബ്യൂട്ടർക്ക് പൈസ കൊടുക്കുന്നത്, ഫണ്ട് ഹൗസാണ് ഡിസ്ട്രിബ്യൂട്ടർക്കുള്ള കമ്മീഷൻ കൊടുക്കുന്നത്. ഓക്കെ, പക്ഷേ ഈ ഫണ്ട് ഹൗസ് കമ്മീഷൻ കൊടുക്കുന്നില്ലേ, അത് എവിടുന്നാണ് എടുത്ത് കൊടുക്കുന്നത്? നമ്മളെ കയ്യിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കും. പിന്നെ ഫണ്ട് ഹൗസ് ഇപ്പോൾ ചാരിറ്റി അല്ലേ ചെയ്യുന്നത്, അപ്പം ഫണ്ട് ഹൗസ് നമ്മളെടുത്തുനിന്ന് പിടിച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ടർക്കുള്ള കമ്മീഷൻ കൊടുക്കും. അപ്പം നമ്മൾ എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം ഈ ഒരു പേഴ്സൻറ്റേജ് ബാധിക്കൽ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കാലയളവിലൊന്നും ഇത് അത്ര വലിയ പ്രശ്നമൊന്നും ആയിരിക്കില്ല കേട്ടോ. അപ്പം അതായത് നിങ്ങളിപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വഴി നിങ്ങൾ നല്ലൊരു ഫണ്ട് തിരഞ്ഞെടുത്തു, എന്നിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാണ്, കുറച്ച് ശതമാനം അദ്ദേഹത്തിന് കമ്മീഷനായിട്ട് പോകുന്നു. അപ്പം ഒരു ചെറിയ കാലയളവിൽ അത് വലിയ എമൗണ്ട് ഒന്നും വരില്ല, പക്ഷെ വലിയൊരു കാലയളവിലാകുമ്പോൾ കുറച്ച് വലിയൊരു എമൗണ്ട് അദ്ദേഹത്തിന് കമ്മീഷനായിട്ട് പോകും. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി നന്നായി പഠിച്ച് സ്വന്തമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കഴിവുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് തീർച്ചയായിട്ടും ഗുണമുണ്ട്. കാരണം നമ്മൾ റെഗുലർ പ്ലാൻ അല്ല സെലക്ട് ചെയ്യുക, പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് പ്ലാൻ സെലക്ട് ചെയ്യും. ഡയറക്റ്റ് പ്ലാനിലൂടെ നമ്മൾക്ക് റിട്ടേൺസ് കൂടുതൽ കിട്ടും കമ്പയർ ടു റെഗുലർ പ്ലാൻ. ഓക്കെ, അപ്പം ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തെന്താണ്? ബേസ്ഡ് ഓൺ ഫണ്ട് മാനേജ്മെന്റ്, ആക്റ്റീവ്ലി മാനേജ് ഫണ്ട്, പാസീവ്ലി മാനേജ് ഫണ്ട്.